Hello all, welcome to this academy and welcome to yet another session of ടോപ്പ് 200 കറണ്ട് അഫയേഴ്സ്. വരാൻ പോകുന്ന എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് 6 മന്ത്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സീരീസ് ആണ് ഈ ഒരു ടോപ്പ് 200 സീരീസ്. ആൻഡ് ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ടുള്ള 7ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് സെഷനിലെ പോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആയിരിക്കും ഈ ഒരു സെഷനും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒട്ടും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ: who became the first Indian to win the World Squash Junior Championship ending Egypt's 16-year winning streak? ഈജിപ്തിന്റെ 16-year വിന്നിംഗ് സ്ട്രീക്ക് അവസാനിപ്പിച്ചുകൊണ്ട് വേൾഡ് സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജോഷ്ന ചിന്നപ്പ, ഓപ്ഷൻ ബി ദീപിക പള്ളിക്കൽ, ഓപ്ഷൻ സി അനഹത് സിംഗ് ആൻഡ് ഓപ്ഷൻ ഡി തൻവി ഖന്ന. ഇവരിൽ ആരാണ് വേൾഡ് സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് 2026 വിൻ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അനഹത് സിംഗ്. സോ അനഹത് സിംഗ് ആണ് വേൾഡ് സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് 2026 എന്ത് ചെയ്യുന്നത് വിൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ്, ഈ ഒരു ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യനും ആരാണ്? അനഹത് സിംഗ് ആണ്. സോ അനഹത് സിംഗ് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു സെക്യൂർ ദിസ് ടൈറ്റിൽ. ആൻഡ് ഈ ഒരു ടൈറ്റിലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2011 മുതൽ, അതായത് 2011 ശേഷം ഇതുവരെ ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഈജിപ്ഷ്യൻ പ്ലേയേഴ്സ് ആണ്. സോ സ്റ്റാർട്ടിംഗ് ഫ്രം 2011 ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്തുകൊണ്ടിരുന്നത് ഈജിപ്ഷ്യൻ പ്ലേയേഴ്സ് ആണ്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അവരുടെ ഈ ഒരു 16-year വിന്നിംഗ് സ്ട്രീക്ക് അവസാനിക്കുന്നത് ഇപ്പോഴാണ്. ആൻഡ് 2011 ശേഷം ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആദ്യത്തെ നോൺ ഈജിപ്ഷ്യൻ പ്ലെയറും ആര് തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ അനഹത് സിംഗ്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ, ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആദ്യത്തെ ഫസ്റ്റ് എവർ ഇന്ത്യനുമാണ്. ആൻഡ് 2011 ശേഷം ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്യുന്ന ആദ്യത്തെ നോൺ ഈജിപ്ഷ്യനുമാരാണ്? അനഹത് സിംഗ് ആണ്. ഇനി ഈ ഒരു ടൂർണമെന്റ് എവിടെ വെച്ചാണ് നടന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെന്റ് എവിടെ വെച്ചാണ് ഹെൽഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഹെൽഡ് ഓൺ നയാഗ്ര ഓൺ ദ ലേക്ക്. So it was held on Niagara on the Lake. So Niagara on the Lake, കാനഡയിലുള്ള നയാഗ്ര ഓൺ ദ ലേക്ക് എന്നുള്ള വെന്യൂവിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൂർണമെന്റ് ഹെൽഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടൂർണമെന്റ് കാനഡയിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തത്. ആൻഡ് വെന്യൂ എന്ന് പറയുന്നത് ഇറ്റ് വാസ് നയാഗ്ര ഓൺ ദ ലേക്ക്. സോ നയാഗ്ര ഓൺ ദ ലേക്ക്, കാനഡയിലുള്ള നയാഗ്ര ഓൺ ദ ലേക്കിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് അനഹത് സിംഗ് വാസ് ദ ഫസ്റ്റ് എവർ ഇന്ത്യൻ ടു വിൻ ദിസ് വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ്. Okay, next question. Which team won the 72nd Women's Senior National Kabaddi Championship 2026 title? So 2026 Women's Senior National Kabaddi Championship വിൻ ചെയ്യുന്ന ടീം ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തമിഴ്നാടു, ഓപ്ഷൻ ബി ഇന്ത്യൻ റെയിൽവേ, ഓപ്ഷൻ സി ഹരിയാന ആൻഡ് ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. അപ്പോൾ 72nd വുമൻസ് സീനിയർ നാഷണൽ കബഡി ചാമ്പ്യൻഷിപ്പ് ഇതിൽ ഏത് ടീമാണ് വിൻ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഹരിയാന. സോ ഹരിയാനയാണ് എന്ത് ചെയ്യുന്നത് ദ 72nd വുമൻസ് സീനിയർ നാഷണൽ കബഡി ചാമ്പ്യൻഷിപ്പ് 2026 കണ്ടക്ട് ചെയ്ത 72ാമത്തെ വുമൻസ് സീനിയർ നാഷണൽ കബഡി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് ഹരിയാനയാണ്. ഇനി ആരാണ് റണ്ണർ അപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ വിന്നർ എന്ന് പറയുന്ന ഹരിയാനയാണ്. സോ ഓട്ടോമാറ്റിക്കലി റണ്ണർ അപ്പിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ റണ്ണർ അപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇന്ത്യൻ റെയിൽവേ. സോ ഇന്ത്യൻ റെയിൽവേസ് ആണ് ഈ ഒരു ടൂർണമെന്റിൽ റണ്ണർ അപ്പ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബ്രോൺസ് മെഡൽ സെക്യൂർ ചെയ്തത്, അതായത് 3rd പൊസിഷൻ സെക്യൂർ ചെയ്തത് തമിഴ്നാടും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശുമാണ്. സോ ഇവരാണ് എന്ത് ചെയ്യുന്നത് 3rd പൊസിഷൻ സെക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഗോൾഡ് മെഡൽ സെക്യൂർ ചെയ്യുന്നത് ഇറ്റ് വാസ് ഹരിയാന. സോ ഹരിയാനയാണ് എന്ത് ചെയ്യുന്നത് ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നത്. അപ്പോൾ റണ്ണർ അപ്പ് അല്ലെങ്കിൽ സിൽവർ മെഡൽ വിൻ ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേസ് ആണ്. ആൻഡ് 3rd പൊസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഷെയർഡ് ബിറ്റ്വീൻ ഹിമാചൽ പ്രദേശ് ആൻഡ് തമിഴ്നാട്. അപ്പോൾ ഗോൾഡ് ഹരിയാനയ്ക്കാണ്, അതുപോലെ തന്നെ സിൽവർ ഇന്ത്യൻ റെയിൽവേക്കാണ്, ആൻഡ് ബ്രോൺസ് എന്ന് പറയുന്നത് തമിഴ്നാടിനും അതുപോലെ ഹിമാചൽ പ്രദേശും ആണ് എന്ത് ചെയ്യുന്നത് സെക്യൂർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ടൂർണമെന്റ് എവിടെ വെച്ചിട്ടാണ് നടന്നത്, ഈ ഒരു ടൂർണമെന്റ് വെന്യൂ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗച്ചിബൗളി സ്റ്റേഡിയം. സോ ഗച്ചിബൗളി സ്റ്റേഡിയം, ഹൈദരാബാദിലെ ഗച്ചിബൗളി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്തത്. സോ ഹൈദരാബാദിലെ ഗച്ചിബൗളി സ്റ്റേഡിയം, സോ തെലങ്കാന സ്റ്റേറ്റിലെ ഹൈദരാബാദിലുള്ള ഗച്ചിബൗളി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ വെന്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗച്ചിബൗളി സ്റ്റേഡിയം. സോ ഗച്ചിബൗളി സ്റ്റേഡിയം ഹൈദരാബാദ്. സോ ഗച്ചിബൗളി സ്റ്റേഡിയം ഹൈദരാബാദ് തെലങ്കാന, ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു 72nd സീനിയർ നാഷണൽ വുമൻസ് കബഡി ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ബിക്കെയിം ദി ന്യൂ ചെയർമാൻ ഓഫ് ദി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ? ഇപ്പൊ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ NSCയുടെ പുതിയ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഇവരിൽ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻ എ സത്യേന്ദ്ര ബഹാദൂർ സിംഗ്, ഓപ്ഷൻ ബി മാധവൻ മുകുന്ദ്, ഓപ്ഷൻ സി ഡോക്ടർ സായിപാൽ ചതോപാധ്യായ് ആൻഡ് ഓപ്ഷൻ ഡി സുജിത അവസ്ഥി. അപ്പൊ ഇവരിൽ ആരാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഡോക്ടർ സായിപാൽ ചതോപാധ്യായ. സോ ഡോക്ടർ സായിപാൽ ചതോപാധ്യായ ആണ് എന്ത് ചെയ്യുന്നത് റീസെന്റ് ആയിട്ട് ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇലക്ട് ചെയ്യപ്പെടുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സത്യേന്ദ്ര ബഹാദൂർ സിംഗും മാധവൻ മുകുന്ദും NSCയുടെ തന്നെ ഭാഗമാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ആരാണ് മെമ്പേഴ്സ് ആണ്. സോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡോക്ടർ സായിപാൽ ചതോപാധ്യായ ആൻഡ് ഇവർ രണ്ടുപേരും ആരാണ് മെമ്പേഴ്സ് ആണ്. സോ ദീസ് ടു ആർ മെമ്പേഴ്സ്. ഇവരെയും ഡോക്ടർ സായിപാൽ ചതോപാധ്യായയുടെ കൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് NSCയിലേക്ക് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലേക്ക് നടന്നിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ സായിപാൽ ചതോപാധ്യായയുടെ ആ ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അതുകൂടാതെ സത്യേന്ദ്ര ബഹാദൂർ സിംഗിനെയും മാധവൻ മുകുന്ദിനെയും എന്ത് ചെയ്തിട്ടുണ്ട് മെമ്പേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട മറ്റൊരു മെമ്പർ കൂടിയുണ്ട്. അതായത് മറ്റൊരു മെമ്പർ കൂടി ഇവരുടെ കൂട്ടത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ശുഭബ്രത ദാസ്. സോ ശുഭബ്രത ദാസും ഇവരുടെ കൂടെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ടു ദി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. അപ്പോൾ NSC നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഡോക്ടർ സായിപാൽ ചതോപാധ്യായ, അതുപോലെ തന്നെ മെമ്പേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് സത്യേന്ദ്ര ബഹാദൂർ സിംഗ്, മാധവൻ മുകുന്ദ്, അതുപോലെ തന്നെ ശുഭബ്രത ദാസ്. ഇവർ മൂന്ന് പേരുമാണ് എന്ത് ചെയ്യുന്നത് മെമ്പേഴ്സ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ NSCയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ NSCയെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോഡി 2005 എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2005. സോ 2005 സോ 2005 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ബോഡിയാണെന്ത് ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഓർ NSC എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഒരു കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിലാണ്. സോ ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി റെക്കമെൻഡേഷൻസ് ഓഫ് രംഗരാജൻ കമ്മീഷൻ. അപ്പൊ രംഗരാജൻ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് രംഗരാജൻ കമ്മീഷൻ. സോ 2000 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മീഷൻ ആണ് ഈ ഒരു രംഗരാജൻ കമ്മീഷൻ. സോ 2000 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ ഒരു രംഗരാജൻ കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് 2005 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ കോമ്പോസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്നുണ്ട് ഒരു പാർട്ട് ടൈം ചെയർമാൻ ഉണ്ടായിരിക്കും. സോ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്നുണ്ട് ഒരു പാർട്ട് ടൈം ചെയർമാൻ ഉണ്ട്. ആ പാർട്ട് ടൈം ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ സായിപാൽ ചതോപാധ്യായ്. അതുപോലെ തന്നെ ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്നുണ്ട് 4 പാർട്ട് ടൈം മെമ്പേഴ്സ് കൂടിയുണ്ട്. ഇപ്പൊ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന് ഒരു പാർട്ട് ടൈം ചെയർമാനെ കൂടാതെ 4 പാർട്ട് ടൈം മെമ്പേഴ്സ് കൂടി ഉണ്ടായിരിക്കും. ആ 4 പാർട്ട് ടൈം മെമ്പേഴ്സിൽ 3 പേരെയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. സത്യേന്ദ്ര ബഹാദൂർ സിംഗ്, മാധവൻ മുകുന്ദ്, അതുപോലെ തന്നെ ശുഭബ്രത ദാസ്. അതുകൂടാതെ ഈ ഒരു NSCയുടെ പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു NSCയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് പറയുന്നത് അതായത് നീതി ആയോഗിന്റെ CEO. സോ CEO ഓഫ് നീതി ആയോഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ഒരു കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. സോ നീതി ആയോഗിന്റെ CEO എന്ന് പറയുന്നത് ഈ ഒരു കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. വിൽ ബി ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ. അതായത് ആരാണോ നീതി ആയോഗിന്റെ CEO അവര് ഈ ഒരു കമ്മീഷൻ എന്തായിരിക്കും എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. വിൽ ബി ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദിസ് കമ്മീഷൻ. അപ്പൊ നീതി ആയോഗിന്റെ CEO എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ കിട്ടും. അതായത് റീസെന്റ് ആയിട്ട് CEO അതായത് റീസെന്റ് ആയിട്ട് നീതി ആയോഗിന് പുതിയൊരു CEO എന്ത് ചെയ്തിട്ടുണ്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അനുരാഗ് ജെയിൻ. അപ്പൊ റീസെന്റ് ആയിട്ടാണ് അതായത് ഈ മന്തിലാണ് എന്ത് ചെയ്യുന്നത് നീതി ആയോഗിന് പുതിയ CEO അപ്പോയിന്റ് ചെയ്ത്. ആ പുതിയ CEOയുടെ പേരാണ് അനുരാഗ് ജെയിൻ. സോ അനുരാഗ് ജെയിൻ ആണെന്ത് ഈ ഒരു നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ കറന്റ് CEO എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത് അനുരാഗ് ജെയിനെ നീതി ആയോഗിന്റെ CEO ആയിട്ട് എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോ നീതി ആയോഗിന്റെ CEO എന്ന് പറയുന്നത് ഈ ഒരു കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. ആൻഡ് റീസെന്റ് ആയിട്ട് നീതി ആയോഗിന്റെ CEO എന്ത് ചെയ്തിട്ടുണ്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് നീതി ആയോഗിന്റെ CEO എന്ന് പറയുന്നത്. അപ്പൊ നീതി ആയോഗിന്റെ പുതിയ CEO ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അനുരാഗ് ജെയിൻ. സോ അനുരാഗ് ജെയിൻ ആണ് നീതി ആയോഗിന്റെ പുതിയ CEO. ആൻഡ് 2 വർഷത്തേക്കുള്ള ടൈം പീരീഡിലേക്കാണ് എന്ത് ചെയ്യുന്നത് അനുരാഗ് ജെയിനെ നീതി ആയോഗിന്റെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് CEO ഓഫ് നീതി ആയോഗ് വിൽ ബി ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദിസ് കമ്മീഷൻ. അതുകൂടാതെ
സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. സോ സെക്രട്ടറി, അപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്, അപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. സോ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ആര് തന്നെയായിരിക്കും? ഈ ഒരു വ്യക്തി തന്നെയായിരിക്കും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആരാണോ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ സെക്രട്ടറി, അതേ സെക്രട്ടറി തന്നെ എന്ത് ചെയ്യും? NSEയുടെ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. അപ്പോൾ NSE നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ട് ടൈം ചെയർമാൻ ഉണ്ട്, ഡോക്ടർ സായിബാൽ ചതോപാധ്യായ. അതുകൂടാതെ 4 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 3 പാർട്ട് ടൈം മെമ്പേഴ്സിനെ റീസെന്റ് ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്തത്. മാധവൻ മുകുന്ദ്, സത്യേന്ദ്ര ബഹാദൂർ സിംഗ് ആൻഡ് ശുഭബ്രത ദാസ്. അതുകൂടാതെ CEO, നീതി ആയോഗിന്റെ CEOയും ഈ ഒരു NSEയുടെ എന്തായിരിക്കും? എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. ആൻഡ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനുരാഗ് ജെയിൻ. അതുകൂടാതെ ആരാണോ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ സെക്രട്ടറി, ആ വ്യക്തി തന്നെ ഈ ഒരു NSE നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് NSE കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. Okay, before we move on to the next question, നിങ്ങൾ SSC എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇനി വരാൻ പോകുന്ന എല്ലാ SSC എക്സാംസും, അതായത് 10th ലെവൽ ക്വാളിഫിക്കേഷൻ മുതൽ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ എക്സാംസും നിങ്ങൾ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ എല്ലാ എക്സാംസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ദിശ അക്കാഡമിയുടെ SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ സിലബസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ എക്സാംസിനും, SSCയുടെ എല്ലാ എക്സാംസിനും, അതിപ്പോൾ 10th ക്വാളിഫിക്കേഷനുള്ള എക്സാം ആയിക്കോട്ടെ, അല്ല ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിംഗിൾ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഇതൊരു ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സ് ആണ്. സോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ ക്ലാസ്സസിന്റെ റെക്കോർഡിംഗ്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് റെക്കോർഡിംഗ്സ് എന്ന് പറയുന്നത് വളരെ റീസെന്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ്സ് ആണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞു പോയ ബാച്ചസിന്റെ റെക്കോർഡിംഗ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ ഫീ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് പ്രൈസ് എന്ന് പറയുന്നത് 4,999 rupees ആണ്. പക്ഷേ ഇപ്പോൾ കോഴ്സ് ലോഞ്ച് ചെയ്ത് പ്രമാണിച്ച് ഒരു ഏർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് 4,500 rupeesന് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ലീഡ് ചെയ്യുന്നത്, മെന്റർ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും PYQ ഡിസ്കഷൻസും ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ഓർ 7012615062. അപ്പോൾ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡീറ്റെയിൽസും ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയറും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിനകത്തേക്ക് ജോയിൻ ചെയ്യാം. Next question. Rare earth mineral processing corridors announced in the budget 2026-27 span which 4 states? അപ്പോൾ റീസെന്റ് ആയിട്ട് 2026-27 ബഡ്ജറ്റിൽ സെൻട്രൽ ഗവൺമെന്റ് റെയർ എർത്ത് മിനറൽ പ്രോസസിംഗ് കോറിഡോർസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോറിഡോർസിനകത്ത് വരുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെ 4 സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു റെയർ എർത്ത് മിനറൽ പ്രോസസിംഗ് കോറിഡോർസിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ എ പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഓപ്ഷൻ ബി തമിഴ്നാടു, കേരള, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഓപ്ഷൻ സി UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ആൻഡ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര, കർണാടക, ഗോവ, രാജസ്ഥാൻ. അപ്പൊ ഇതിൽ ഏത് 4 സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു റെയർ എർത്ത് മിനറൽ പ്രോസസിംഗ് കോറിഡോർസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി തമിഴ്നാടു, കേരള, ആന്ധ്രാപ്രദേശ് ആൻഡ് ഒഡീഷ. അതായത് ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിലുള്ള ഇത്രയും സ്റ്റേറ്റ്സ്, അതായത് ഒഡീഷ, ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ കിടക്കുന്ന ഒഡീഷ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു. ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ കിടക്കുന്ന ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, അതുപോലെ തന്നെ വെസ്റ്റേൺ കോസ്റ്റിലുള്ള കേരള, ഇത്രയും കൂടെ ചേരുന്നതാണെന്ത് ഈ ഒരു റെയർ എർത്ത് മിനറൽ പ്രോസസിംഗ് കോറിഡോർസ്. അപ്പോൾ ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിലുള്ള സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ആൻഡ് വെസ്റ്റേൺ കോസ്റ്റിലേക്ക് വരുമ്പോൾ കേരള, ഈ 4 സ്റ്റേറ്റ്സ് ആണ് ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് 2026-27 അനൗൺസ് ചെയ്തിരിക്കുന്ന റെയർ എർത്ത് മിനറൽ പ്രോസസിംഗ് കോറിഡോർസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റെയർ എർത്ത് മിനറൽ പ്രോസസിംഗ് കോറിഡോർസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ സ്റ്റേറ്റ്സ്, ഈ കോസ്റ്റൽ സ്റ്റേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ബീച്ച് സാൻഡിൽ നമുക്ക് മോണസൈറ്റ് എന്ന്
പറഞ്ഞൊരു എലമെന്റ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെയുള്ള ബീച്ച് സാൻഡിൽ നമുക്ക് മോണസൈറ്റ് എന്ന് പറഞ്ഞൊരു എലമെന്റ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ മോണസൈറ്റ് എന്ന് പറഞ്ഞ എലമെന്റ് ആണെന്ത് പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് റെയർ എർത്ത് മിനറൽസ്. ഇതാണ് പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് റെയർ എർത്ത് മിനറൽസ്. സോ റെയർ എർത്ത് മിനറൽസിന്റെ പ്രിൻസിപ്പൽ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു എലമെന്റ് ആണ്. സോ ദിസ് ഇസ് എ പ്രിൻസിപ്പൽ സോഴ്സ്. സോ ദിസ് ഇസ് എ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് റെയർ എർത്ത് മിനറൽസ്. സോ റെയർ എർത്ത് മിനറൽസിന്റെ പ്രിൻസിപ്പൽ സോഴ്സ് എന്ന് പറയുന്നതാണ് മോണസൈറ്റ് ആണ്. അപ്പൊ റെയർ എർത്ത് മിനറൽസിന്റെ പ്രിൻസിപ്പൽ സോഴ്സ് എന്ന് പറയുന്നതാണ് ഈ ഒരു മോണസൈറ്റ് ആണ്. സോ ദിസ് മോണസൈറ്റ് ഈസ് ദി പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് റെയർ എർത്ത് മിനറൽസ്. അപ്പോൾ ഈ ഒരു കോറിഡോർ വഴി എന്താണ്, അല്ലെങ്കിൽ ഈ കോറിഡോർ അനൗൺസ് ചെയ്തത് വഴി എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്സിൽ ഈ റെയർ എർത്ത് മിനറൽസിന്റെ മൈനിങ്, പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതായത് മൈനിങ് നടത്തുക മാത്രമല്ല, റെയർ എർത്ത് മിനറൽസിന്റെ മൈനിങ് നടത്തുക മാത്രമല്ല, അതിന്റെ പ്രോസസ്സിങ്ങും റിസർച്ചും മാനുഫാക്ചറിങ്ങും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോറിഡോർസിനകത്ത് എന്ത് ചെയ്യുന്നു, സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, അലോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് REPM മാഗ്നറ്റ്സ് ആണ്. സോ റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ മൈനിങ്ങും പ്രോസസ്സിങ്ങും ആണ് എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ്. സോ റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് ഇതിന്റെ മാനുഫാക്ചറിങ്, പ്രോസസ്സിംഗ്, സോ ഇതിന്റെ മൈനിങ്, പ്രോസസ്സിംഗ്, റിസർച്ച് ആൻഡ് മാനുഫാക്ചറിങ്. സോ റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സിന്റെ മൈനിങ്ങും പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങും റിസർച്ചും എല്ലാം എന്ത് ചെയ്യുന്നത് ഈ കോറിഡോർസിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ സ്ട്രോങ് മാഗ്നറ്റ്സ് ആണ്. സോ ഇത് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റ്സ് ആണ്. സോ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് പെർമനന്റ് മാഗ്നറ്റ്സ് ആണെന്ത് ഈ ഒരു റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. സോ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് പെർമനന്റ് മാഗ്നറ്റ്സ് ആണെന്ത് ഈ ഒരു റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, കോമ്പാക്ട് ആണ്. സോ വളരെ സ്ട്രെങ്ത് ഉള്ള, വളരെയധികം മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉള്ള കോമ്പാക്ട് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ആണ് റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. മെയിൻലി നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ്. സോ മെയിൻലി ഈ REPM യൂസ് ചെയ്യുന്നത് റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സിന്റെ യൂസ് എവിടേക്കാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ഇലക്ട്രിക് വെഹിക്കിൾസ്. സോ ഇലക്ട്രിക് വെഹിക്കിൾസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു REPMന് ഒരുപാട് യൂസേജ് വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിനകത്ത് യൂസേജ് വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സിനകത്ത് വരുന്നുണ്ട്. ദെൻ വിൻഡ് ടർബൈൻസ്, അതായത് വിൻഡ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിൻഡ് ടർബൈൻസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു REPM വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, REPM യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വിൻഡ് ടർബൈൻസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ റെയർ എർത്ത് മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈവൻ എയറോസ്പേസ് ഇൻഡസ്ട്രീസ്. സോ എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ എന്തിന്റെ ആവശ്യമുണ്ട്, ഈ റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സിന്റെ ആവശ്യമുണ്ട്. ദെൻ ഡിഫൻസ് സെക്ടേഴ്സിൽ എന്തിന്റെ ആവശ്യമുണ്ട്, ഈ റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിൽ, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, വിൻഡ് ടർബൈൻസ് ആയിക്കോട്ടെ, എയറോസ്പേസ് ആയിക്കോട്ടെ, ഡിഫൻസ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സിന്റെ ആവശ്യമുണ്ട്. ആൻഡ് നിലവിൽ നമ്മൾ കൂടുതലും ഇമ്പോർട്ടിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ്. അപ്പൊ നമുക്കൊന്ന് എന്താണ് ആത്മനിർഭർ ആകുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇൻഡിജീനിയസ് ആയിട്ട് ഈ റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതാണെന്ത് ഈ ഒരു കോറിഡോർ അനൗൺസ് ചെയ്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which state's traditional Teva art was showcased by PM Modi during his Slovakia visit? ഇപ്പോൾ റീസെന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ സ്ലോവാക്യ വിസിറ്റിൽ അദ്ദേഹം സ്ലോവാക്യൻ പ്രസിഡന്റിന് പ്രസന്റ് ചെയ്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ തേവ ആർട്ട്. ഈ ഒരു തേവ ആർട്ട് ഏത് സ്റ്റേറ്റിന്റെ ട്രഡീഷണൽ ആർട്ട് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി മധ്യപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി പഞ്ചാബ്. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റിന്റെ ട്രഡീഷണൽ ആർട്ട് ഫോം ആണ് ഈ ഒരു തേവ ആർട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ രാജസ്ഥാൻ. അപ്പോൾ ഓപ്ഷൻ എ രാജസ്ഥാൻ ആണെന്ന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ തേവ ആർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ആർട്ട് ഫോം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ രാജസ്ഥാൻ. ദെൻ എന്താണ് ഈ തേവ ആർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു യുണീക്ക് ജ്വല്ലറി മേക്കിംഗ് ടെക്നിക്കാണ്. ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ജ്വല്ലറി മേക്കിംഗ് ടെക്നിക്കാണ്. ആൻഡ് ഇവിടെ
കംപ്ലീറ്റ്ലി ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ്ലി ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ് ടെക്നിക് ആണെന്ത് ഈ ഒരു തേവ ആർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു രാജസ്ഥാൻ. സോ രാജസ്ഥാനിലെ പ്രതാപ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ആർട്ട് ഫോം ഇവോൾവ് ചെയ്യുന്നത്. സോ രാജസ്ഥാനിലെ പ്രതാപ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ആർട്ട് ഫോം ഇവോൾവ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നതാണ് ഒരു യുണീക്ക് ജ്വല്ലറി മേക്കിംഗ് ആർട്ടാണ്. ആൻഡ് ഇവിടെ ജ്വല്ലറി എന്ന് പറയുന്നത് എന്തായിരിക്കും കംപ്ലീറ്റ്ലി ഹാൻഡിക്രാഫ്റ്റഡ് ആയിരിക്കും. ഇനി ഈ ഒരു തേവ ആർട്ടിന്റെ പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ തേവ ആർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇതാണെന്ത് നമ്മുടെ തേവ ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബേസിക്കലി എന്താണ് ഒരു ജ്വല്ലറി ആണ്, അതായത് ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ആണെന്ത് ഈ ഒരു തേവ ആർട്ട് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതെന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഗോൾഡ്, അതായത് ഈ യെല്ലോ കളറിൽ കാണുന്നതെന്ന് പറയുന്നത് ബേസിക്കലി ഗോൾഡ് ആണ്. അപ്പൊ യെല്ലോ കളറിൽ കാണുന്നത് ബേസിക്കലി ഗോൾഡ് ആണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നത് കളേർഡ് ഗ്ലാസ് ആണ്, അതായത് കളേർഡ് ഗ്ലാസ് ആണ് ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നത്. അപ്പൊ ഈ കളേർഡ് ഗ്ലാസ്സിലേക്ക് ഗോൾഡ് ഇൻഫ്യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. അപ്പൊ ഗോൾഡ് ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു ഫോം ആണെന്ത് ഈ ഒരു ടൈപ്പ് ഓഫ് ജ്വല്ലറി മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ജ്വല്ലറി മേക്കിംഗിൽ അല്ലെങ്കിൽ തേവ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് ടെക്നിക്കിൽ ഒരു കളേർഡ് ഗ്ലാസ് ഉണ്ടായിരിക്കും. ഈ കളേർഡ് ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്യും ഗോൾഡ് ഇൻഫ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഗോൾഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ റിച്ച് ലുക്കുള്ള ഒരു ഓർണമെന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ് ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണെന്ത് തേവ ആർട്ട്. അപ്പൊ ഇവിടെ കളേർഡ് ഗ്ലാസ് ഉണ്ടായിരിക്കും. ഈ കളേർഡ് ഗ്ലാസ്സിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഗോൾഡ് ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിനിമൽ ആയിട്ടുള്ള ഗോൾഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ റിച്ച് ലുക്കിംഗ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ജ്വല്ലറി എന്ത് ചെയ്യാൻ പറ്റും, മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണെന്ത് തേവ ആർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി തേവ ആർട്ട് എന്ന് പറയുന്ന ഈ ഒരു ആർട്ട് ഫോം ഇൻവെന്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ നാഥുലാൽ സോണി. അപ്പൊ നാഥുലാൽ സോണിയാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇൻവെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻവെന്റഡ് ഇൻ 1707. സോ നാഥുലാൽ സോണി 1707 എന്ത് ചെയ്യുന്നത് ഈ ഒരു തേവ ആർട്ട് എന്ത് ചെയ്യുന്നത് ഇൻവെന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ നാഥുലാൽ സോണി ഇൻ 1707. സോ 1707 അതായത് ഏതാണ്ട് 400 വർഷത്തിലകം പഴക്കമുള്ള ആർട്ട് ഫോം ആണെന്ത് ഈ ഒരു തേവ ആർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ നാഥുലാൽ സോണി ഇൻ 1707. സോ 1707 നാഥുലാൽ സോണിയാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇൻവെന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ആർട്ട് ഫോമിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് GI ടാഗ് കിട്ടിയിട്ടുണ്ട് ഇൻ 2014. സോ 2014 ഒരു തേവ ആർട്ടിന് എന്ത് കിട്ടിയിട്ടുണ്ട്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഇപ്പൊ എന്തുകൊണ്ട് ന്യൂസിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്ലോവാക്യ വിസിറ്റ് ചെയ്തപ്പോൾ സ്ലോവാക്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പീറ്റർ പെലിഗ്രിനിക്ക് സ്ലോവാക്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പീറ്റർ പെലിഗ്രിനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു തേവ ആർട്ടിന്റെ മോട്ടീഫ് അടങ്ങുന്ന ഒരു കോളർ ബട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോളർ ബട്ടൺ മീൻസ് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കഫ് ലിങ്ക്. അപ്പോൾ റീസെന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്ലോവാക്യ വിസിറ്റ് ചെയ്തപ്പോൾ സ്ലോവാക്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പീറ്റർ പെലിഗ്രിനിക്ക് ഒരു കഫ് ലിങ്ക്, അതായത് തേവ മോട്ടീഫ് അടങ്ങുന്ന ഒരു കഫ് ലിങ്ക്. സോ കഫ് ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഫുൾ സ്ലീവ് ഷർട്ടിന്റെ ആ ഒരു സ്ലീവ് എന്താണ് ബട്ടൺ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് തയ്ച്ചു വെച്ചിരിക്കുന്ന ബട്ടൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബട്ടൺ യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെറ്റൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് മീൻസ് ഈ കഫ് ലിങ്ക്സ് വെച്ചിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു കഫ് ലിങ്കിനകത്ത് ഈ ഒരു തേവ ആർട്ട് മോട്ടീഫുള്ള കഫ് ലിങ്ക് ആണ് എന്ത് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രസിഡന്റിന് പ്രസന്റ് ചെയ്ത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ഫോം എന്ത് ചെയ്യുന്നത് ഇപ്പൊ ന്യൂസിനകത്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് എ ന്യൂ ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE? അപ്പോൾ CBSEയുടെ പുതിയ ചെയർമാനായിട്ട് റീസെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ ഹിമാൻഷു ഗുപ്ത, ഓപ്ഷൻ ബി രാഹുൽ സിംഗ്, ഓപ്ഷൻ സി ലോകണ്ടെ പ്രശാന്ത് സീതാറാം ആൻഡ് ഓപ്ഷൻ ഡി വരുൺ ഭരദ്വാജ്. ഇവരിൽ ആരാണ് റീസെന്റ് ആയിട്ട് CBSEയുടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ പുതിയ ചെയർമാനായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ലോകണ്ടെ പ്രശാന്ത് സീതാറാം.
ഇപ്പോൾ ലോകണ്ടെ പ്രശാന്ത് സീതാറാമാണ് റീസെന്റ് ആയിട്ട് CBSE സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ പുതിയ ചെയർമാൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇലക്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് പഴയ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് രാഹുൽ സിംഗ്. സോ രാഹുൽ സിംഗ് ആയിരുന്നു ഫോമർ ചെയർമാൻ. പക്ഷേ രാഹുൽ സിംഗിനെ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പൊ CBSEയുടെ 10th and 12th ബോർഡ് ഇവാലുവേഷൻ വന്നപ്പോൾ അവിടെ ഓൺലൈൻ മാർക്കിംഗ് സിസ്റ്റം OMS സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ പേപ്പർ ചെക്ക് ചെയ്യുന്നത് പോലെ, അതായത് കൈവച്ച് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫിസിക്കൽ കോപ്പി ചെക്ക് ചെയ്യുന്നതിന് പകരം ഈ ഒരു ആൻസർ കോപ്പി സ്കാൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് ആ ഡിജിറ്റലൈസ്ഡ് ഫോം ആയിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത് അധ്യാപകർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഓൺലൈൻ മാർക്കിംഗ് സിസ്റ്റം. അപ്പോൾ റീസെന്റ് ആയിട്ട് ഇത്തവണയാണ് എന്ത് ചെയ്യുന്നത് CBSEയിൽ ഓൺലൈൻ മാർക്കിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫിസിക്കൽ ആൻസർ കോപ്പി എന്ത് ചെയ്യും, അത് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി ആ ഡിജിറ്റൽ ഫോർമാറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അധ്യാപകർ ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റമാണ് ഓൺലൈൻ മാർക്കിംഗ് സിസ്റ്റം. പക്ഷേ ആ ഓൺലൈൻ മാർക്കിംഗ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് ഫ്ലോസ് വന്നു, അത് കോൺട്രവേഴ്സി ആയി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് രാഹുൽ സിംഗിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ലോകണ്ടെ പ്രശാന്ത് സീതാറാമിനെ CBSEയുടെ പുതിയ ഡയറക്ടറായിട്ട് എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നത്. Then the world's first nuclear hydrogen production facility based on the copper chlorine thermochemical cycle was inaugurated. അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ന്യൂക്ലിയർ ബേസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ബേസ്ഡ് ഓൺ കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ സൈക്കിൾ എവിടെയാണ്, ഇന്ത്യയിൽ എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാർക്ക് മുംബൈ, ഓപ്ഷൻ ബി IGCAR കൽപ്പക്കം, ഓപ്ഷൻ സി NPCIL താരാപൂർ ആൻഡ് ഓപ്ഷൻ ഡി IREL കേരള. അപ്പൊ ഇതിലെവിടെയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ന്യൂക്ലിയർ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ബേസ്ഡ് ഓൺ ദി കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ സൈക്കിൾ ഇനാഗുറേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി IGCAR കാൽപ്പക്കം. അപ്പോൾ എന്താണ് so IGCAR means Indira Gandhi Center for Atomic Research. So IGCAR stands for Indira Gandhi Center for Atomic Research. For recent ആയിട്ട് കൽപ്പക്കത്തുള്ള ഇന്ദിരാ ഗാന്ധി സെന്റർ, സോ ഇന്ദിരാ ഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച്. റീസെന്റ് ആയിട്ട് കൽപ്പക്കത്തുള്ള ഇന്ദിരാ ഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച്. സോ റീസെന്റ് ആയിട്ട് കൽപ്പക്കത്തുള്ള ഇന്ദിരാ ഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്. സോ റീസെന്റ് ആയിട്ട് കൽപ്പക്കത്തുള്ള ഇന്ദിരാ ഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിലാണ് എന്ത് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ന്യൂക്ലിയർ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ബേസ്ഡ് ഓൺ കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ സൈക്കിൾ എന്ത് ചെയ്യുന്നത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ സൈക്കിൾ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് ബാർക്കാണ്. സോ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതാണ് ബാർക്കാണ്. സോ ഈ ഒരു ന്യൂക്ലിയർ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇനാഗുറേറ്റ് ചെയ്ത കൽപ്പക്കത്താണെങ്കിലും ഈ ഒരു കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ സൈക്കിൾ എന്ന് പറഞ്ഞ ഈ ഒരു ടെക്നോളജി ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈ ആണ്. അപ്പൊ എന്താണ് ഈ കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടറിനെ എന്ത് ചെയ്യും സ്പ്ലിറ്റ് ചെയ്യും. സോ വാട്ടർ ഉണ്ടല്ലോ, വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ടും സ്പ്ലിറ്റ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിനെ എന്ത് ചെയ്യും ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ സൈക്കിളിൽ ബേസിക് ആയിട്ട് നടക്കുന്നത് വാട്ടറിനെ എന്ത് ചെയ്യും ഹൈഡ്രജനും ഓക്സിജനുമായിട്ടും സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ആൻഡ് ക്ലോറിൻ ഇന്റർമീഡിയറ്റ്സ്. അപ്പോൾ കോപ്പർ ആൻഡ് ക്ലോറിൻ, അതായത് കോപ്പറിന്റെയും ക്ലോറിന്റെയും ഇന്റർമീഡിയറീസ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വാട്ടറിനെ എന്ത് ചെയ്യുന്നത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറിന്റെയും ക്ലോറിന്റെയും ഇന്റർമീഡിയറീസ് അല്ലെങ്കിൽ കോപ്പറിന്റെയും ക്ലോറിന്റെയും കോമ്പൗണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടെക്നോളജി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കോപ്പർ ക്ലോറിൻ തെർമോകെമിക്കൽ സൈക്കിളിനകത്ത് ബേസിക്കലി നടക്കുന്നത് വാട്ടറിനെ എന്ത് ചെയ്യും ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കോപ്പർ ക്ലോറിൻ ഇന്റർമീഡിയറ്റ്സിന്റെ ഹെൽപ്പോട് കൂടി, അതായത് കോപ്പറിന്റെയും ക്ലോറിന്റെയും ഇന്റർമീഡിയറി കമ്പോണൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തിന്റെ ആവശ്യമുണ്ട്, ഹീറ്റിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ഈ ഹീറ്റ് നമ്മൾ കൺവെൻഷനലി ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്തിട്ടായിരുന്നു. പക്ഷെ അതിന് പകരം നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തേക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പകരം ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിന്ന് ഈ ഒരു ഹീറ്റ്, അതായത് ഈ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിന്ന് ഫീഡ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് IGCR കൽപ്പക്കം, ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് കൽപ്പക്കത്തിൽ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, സിമ്പിൾ ആയിട്ട് പറയാം. ഈ ഒരു കോപ്പർ ക്ലോറിൻ തെർമോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഹീറ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈഡ്രജൻ ആണ് എന്ത് ചെയ്യുന്നത്, മെയിൻലി ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കോപ്പർ ആൻഡ് ക്ലോറിൻ ഇന്റർമീഡിയറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിന് ഫീഡ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജി ഉണ്ടല്ലോ, ആ ഒരു ടെക്നോളജിയാണ് എന്ത് ചെയ്യുന്നത്, റീസെന്റ് ആയിട്ട് ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് കൽപ്പക്കത്തിൽ ഇനാഗ്രേറ്റ് ചെയ്തത്. ഇനി കൽപ്പക്ക എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ തമിഴ്നാട്. സോ തമിഴ്നാട്ടിലാണ് എന്ത് ചെയ്യുന്നത്, കൽപ്പക്കം ഉള്ളത്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ഇനാഗ്രേഷൻ നടത്തിയത് ഇറ്റ് വാസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫെസിലിറ്റി ഇനാഗ്രേറ്റ് ചെയ്തത്. ഇറ്റ് വാസ് ഇനാഗ്രേറ്റഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫെസിലിറ്റി റീസെന്റ് ആയിട്ട് എന്ത് ചെയ്ത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഹൈ ക്വാളിറ്റി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.